മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിളവെടുപ്പാണ് നടത്തുന്നത്. ഇത് വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടി ഞാൻ നട്ടു വളർത്തിയ ഒരു വെണ്ടയാണ്. ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഇതിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെണ്ടയിൽ നിന്ന് വിത്ത് നമ്മൾ ശേഖരിക്കുമ്പോൾ ഒരു പകുതി വെണ്ടയ്ക്ക പറിച്ച് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഉണ്ടാവുന്ന വെണ്ടയ്ക്കയാണ് നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ മുതലിന് താഴെ ഒരുപാട് വെണ്ടയ്ക്ക കിട്ടി. അതെല്ലാം നമ്മൾ കറികളായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ മുതലുള്ള വെണ്ടയ്ക്കയാണ് ഞാൻ പറിച്ചെടുത്ത് വിത്താക്കിയത്. ആ വിത്തുകളൊക്കെ ശേഖരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ വിത്തുകളെല്ലാം തന്നെ നമ്മൾ വെണ്ട നടുന്നതും അത് വളരുന്നതും വിളവെടുക്കുന്നതൊക്കെ വീഡിയോയിലിടാം. ഇത് വിത്തിന് വേണ്ടി മാത്രം ഒരെണ്ണം ഞാൻ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഏറെക്കുറെ പൂർണ്ണമായി. ഇനിയും കുറച്ച് നാളുകൂടെ നിൽക്കും. നമ്മൾ സംരക്ഷണമെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് വെച്ചാൽ വളത്തിനുപരിയായിട്ട് ഇത് കാതണ്ട കണ്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കണ്ടിച്ചെടുക്കാൻ. ഒരിക്കലും നുള്ളി എടുക്കരുത്. ഇങ്ങനെ കണ്ടിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഇപ്പം ഇന്നിപ്പം ഇത്രയും വെണ്ടയ്ക്ക നമ്മൾ പറിച്ചെടുത്തു. ഇനിയും ചെറുതാണ്. ഇതിപ്പോൾ പറിച്ചെടുക്കേണ്ട 3-4 ദിവസം കൂടെ കഴിഞ്ഞ് പറിച്ചെടുത്താൽ മതി. നമ്മളിതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് എല്ലുപൊടി പിന്നെ ചാരവും കൂടെ ചേർത്ത് കൊടുക്കും. ചാരം എന്ന് വെച്ചാൽ വെണ്ണീർ. പിന്നെ മറ്റ് വളങ്ങളൊന്നും നമ്മൾ ചേർത്തില്ല. കാരണം വിത്ത് എടുക്കുക എന്നുള്ളതാണ്. കാരണം നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകളാണ് നമുക്ക് നല്ല കായ്ഫലം തരുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ചുവടുകൾ പലപ്പോഴും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. കാരണം മണ്ണ് നല്ലോണം ഇളക്കമുള്ളതാക്കി മാറ്റിയെടുക്കുക എന്നുള്ള. കാരണം വേരുകൾക്ക് വളം വലിച്ചെടുക്കാൻ വേണ്ടി മണ്ണ് ഇളക്കമുള്ളതാക്കി കൊടുക്കുക. ഒപ്പം കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോവും. ഇത്രയും മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്ത്. വേറെ ഒരു വളം ചെയ്തില്ല. ആവശ്യമുള്ള വിത്തുകൾ നമുക്ക് ഇതിന് ലഭിച്ചിട്ടുണ്ട്. ആ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനും കുറച്ച് നാളൂടെ ഇതിൻ്റെ കായ്ഫലങ്ങൾ കിട്ടുന്നുണ്ടേ. നമ്മൾ ഇത് പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നിടം വരെ നല്ല സംരക്ഷണം നമ്മൾ കൊടുക്കും. അപ്പം നമുക്കറിയാം വെണ്ടയ്ക്ക ഉൾപ്പെടെയുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഒരു വീട്ടിലേക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം കുറഞ്ഞത് ഇത്രയും വെണ്ടയ്ക്ക നമുക്ക് കിട്ടും. വെണ്ടയ്ക്ക കൊണ്ട് നിരവധി വിഭവം ഉണ്ടാക്കാം. നമുക്ക് തീയലുണ്ടാക്കാം, അതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, സാമ്പാറിനിടാം, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ഈ ചെറിയ വെണ്ടയ്ക്ക ഇതേപോലുള്ള വെണ്ടയ്ക്ക പറിച്ചെടുത്ത് ഭംഗിയായി കഴിയതിന് ശേഷം കൊച്ചായിട്ട് വട്ടത്തിലരിഞ്ഞ് അല്പം തേങ്ങയുടെ തേങ്ങാപ്പീര അത് വിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് അത് അവർക്ക് തിന്നാൻ കൊടുക്കാമെങ്കിൽ അവരുടെ ബുദ്ധിശക്തി കാര്യമായി വർദ്ധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഈ വെണ്ടയ്ക്കയ്ക്ക് കൊഴുപ്പുള്ളതുകൊണ്ട് എല്ലാവരും പറയും കൊളസ്ട്രോൾ ഉണ്ടാകുന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറയുകയാണ്. കാരണം ഇത് പ്രകൃതി തന്നിരിക്കുന്ന ഒരു വിളയാണ്. അതിൽ നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകത്തില്ല. ഒരു മൂട് നട്ടുപിടിപ്പിച്ച് വിത്ത് ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ നമുക്ക് ആവശ്യം പോലെ വിത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അത്യാവശ്യ വിത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യ വിത്ത്. അവിടെ ഈ വിത്തുകൾ മുഴുവനും നമ്മുടെ ഈ മാതൃസസ്യത്തിൻ്റെ വിത്തുകളാണ്. ഇപ്പോൾ നോക്കിയാട്ടെ, ഇതെല്ലാം പകുതി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നട്ടുപിളർത്താൻ നമ്മൾ കൊടുക്കും. ബാക്കിയുള്ളത് ഒരു 100 മൂടോളം വെണ്ട നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നട്ടുപിടിപ്പിച്ച് ജൈവ വളങ്ങൾ മാത്രം ചെയ്ത് ആണ് അത് വളർത്തുന്നത്. അങ്ങനെ ഒരു ചെറിയ പരസ്യം നമ്മൾ കൊടുക്കും. അതായത് ജൈവ കൃഷിയിലൂടെ വിളവെടുക്കുന്ന വെണ്ടയ്ക്ക വിൽപ്പനയ്ക്ക് എന്ന് പറയണമേ. അപ്പം എന്തു ചെയ്യും, ഇത് കാണുന്നവർ ആവശ്യപ്പെടും, അവർക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ കൃഷിയൊക്കെ, നമ്മുടെ വിളവുകളൊക്കെ നമ്മൾ വിറ്റഴിക്കുന്നത്. ഒപ്പം ഈ വിത്തുകൾ വിറ്റഴിക്കാൻ പറ്റും. കാരണം നല്ല രീതിയിൽ നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ നമ്മളെടുത്ത് അത് ഭംഗിയായ രീതിയിൽ എടുത്ത് ഈർപ്പമൊന്നും അടിക്കാത്ത രീതിയിലാക്കി നല്ല നടീൽ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുക. വിത്തുകൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. നമുക്കൊരു ചെറിയ വില മാത്രം മേടിച്ചുകൊണ്ട് നമുക്ക് വിത്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ വിത്തുകളൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഒപ്പം എല്ലാവർക്കും എല്ലാ കൃഷിയെപ്പറ്റിയൊന്നും ശരിയായ ഒരു അറിവ് കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ നട്ട് വളർത്തിയ നമുക്ക് ആദായം ലഭിച്ച ആ രീതികളിലൂടെ അവർക്ക് ഒരു ചെറിയ കുറിപ്പായിട്ട് അതിനോടൊപ്പം അയച്ചു കൊടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ അവർ അയച്ചു തരുന്ന ആ മെസ്സേജിൻ്റെ മറുപടിയായിട്ട് അയച്ചു കൊടുക്കാമെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടും. അങ്ങനെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും ആഗ്രഹമുള്ളവർക്ക്, സാധാരണ ഒരു പൗരന് അവൻ്റെ ഉള്ള സൗകര്യത്തിൽ ഇത്തരത്തിലുള്ള കൃഷി രീതികളൊക്കെ വെച്ചുപിടിപ്പിക്കുകയെങ്കിൽ 2-3 തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് സ്വാദിഷ്ടമായ പച്ചക്കറികൾ വില കൊടുക്കാതെ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇത് നടുമ്പഴ് നമുക്ക് കിട്ടുന്ന
ഒരു വ്യായാമമുണ്ട്. നടുമ്പോഴും പരിചരിക്കുമ്പോഴും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കാശ് മുടക്കി വ്യായാമത്തിനൊന്നും പോകണ്ട. നമ്മൾ കൃഷി പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. കാശ് മുടക്കിയുള്ള വ്യായാമത്തിനൊന്നും പോകത്തില്ലായിരുന്നു. നാടൻ കളികളും അതുപോലെ തന്നെ കൃഷി രീതികൾ മാത്രം ചെയ്തായിരുന്നു ദീർഘായുസ്സോടുകൂടി അവർ ജീവിച്ചിരുന്നത്. മറ്റൊരു അസുഖങ്ങളും ഇല്ലായിരുന്നു. ഇന്ന് കാണുന്ന അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് മാറി മനുഷ്യർ കൃഷി ചെയ്യുന്നത് എന്തോ ഒരു നാണക്കേട് പോലൊരു തോന്നലുണ്ടായി. അപ്പം കൃഷി എന്ന് വെച്ചാൽ ഒരു മുഴുവൻ സമയ കർഷകനാവണമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. കാരണം നമുക്ക് കിട്ടുന്ന ഇടവേളകളെന്ന് പറയുമ്പോൾ അവധി ദിവസങ്ങൾ, അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ഒരു സമയം ക്രമീകരിച്ച് ആ സമയത്തിന് നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാമെങ്കിൽ ഒരിക്കലും പൈസ കൊടുത്ത് നമുക്ക് വ്യായാമത്തിന് പോകേണ്ട കാര്യമില്ല. ശരീരത്തിന് താങ്ങാനൊക്കാത്ത വ്യായാമം ചെയ്യേണ്ട കാര്യമില്ല. കൃഷിപ്പണികൾ ഒരു സസ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ വ്യായാമം ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് പ്രാണായാമം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏണിനുള്ള വ്യായാമം വരുന്നുണ്ട്, അതുപോലെ തന്നെ കൈക്കുള്ള വ്യായാമം വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ശരീരത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ ക്രമീകരിക്കാൻ സാധിക്കും. ഒപ്പം നമ്മൾ പറമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മുറ്റത്താണ് നിൽക്കുന്നതെങ്കിൽ രാവിലെയാണ് ആ സമയത്ത് കിഴക്കുന്ന് വരുന്ന ഈ കാറ്റ്, സഖ്യപർവ്വത്തിൽ നിന്ന് വരുന്ന ഈ കാറ്റാണ് കിഴക്കുന്ന് രാവിലെ വരുന്നത്. ആ കാറ്റ് വഹിച്ചുകൊണ്ട് വരുന്ന ആ ഔഷധ വീര്യം നമ്മുടെ ശരീരത്തിലൂടെ തലോടിയാണ് പോകുന്നത്. അപ്പോൾ തന്നെ രോഗപ്രതിരോധ ശേഷി നമുക്കുണ്ടാകുന്നു, നല്ല ഉന്മേഷം ലഭിക്കുന്നു, ഒപ്പം ദീർഘായുസ്സും ആരോഗ്യവും നമുക്കുണ്ടാകുന്നു, ഒപ്പം സമ്പത്തും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിവുള്ളവർ, സമയമുള്ളവർ ഒന്ന് ചെയ്യണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇളഞ്ഞൂർ ബ്ലോഗിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ലഭ്യമാകുന്നതാണ്. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാർഗം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ വെണ്ടയ്ക്ക ഇത് നോക്കിയാട്ട് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. ഇനി 2, 3, 4 ദിവസം കഴിയുന്ന ഇത്രയും വെണ്ടയ്ക്ക വീണ്ടും നമുക്ക് ഈ ഒരു മൂടിൽ നിന്നും പറിക്കാൻ സാധിക്കും. അപ്പം ഒരു 50 മൂടോ 100 മൂടോ നട്ടുപിടിപ്പിച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കൃഷികൾ ഞാൻ കാണിച്ചു തരാം. 100 മൂടോ നമ്മൾ നട്ടുപിടിപ്പിച്ച് അത് വളർത്തി വലുതാക്കിയാൽ വെണ്ടയ്ക്ക നമുക്കൊരു 10 വീട്ടുകാരെ സ്ഥിരമായിട്ട് കൊടുക്കാമെങ്കിൽ അവർക്കൊരു വരുമാന മാർഗവും അവർക്ക് മനസ്സംതൃപ്തിയോടെ ആ വിഭവങ്ങൾ കഴിക്കുകയും ചെയ്യാം. അപ്പം മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാകും. നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആ ആഗ്രഹം തീവ്രമാണെങ്കിൽ നമുക്കെന്ത് ചെയ്യും? അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വരും. അതിന് നമ്മുടെ ഉപബോധ മനസ്സ് അതിനുള്ള പരിശ്രമങ്ങൾ എല്ലാ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തരംഗങ്ങൾ നമ്മുടെ തലച്ചോറിൽ നിന്നും പുറത്തേക്ക് എല്ലാ സമയങ്ങളും പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ എന്താണോ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്, അതാണ് നമുക്ക് ഉപബോധ മനസ്സ് തേടിപ്പിടിച്ചു കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ, എപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ, ആ സങ്കീർണതകൾ, ദുഃഖങ്ങളും ക്ലേശങ്ങളും മാത്രമാണ് നമുക്കുണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ചിന്തകളാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് തേടി പിടിച്ചു കൊണ്ടുവരുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു, ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് സത്യം തന്നെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ കൃഷിയോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു സാധാരണക്കാരന്, അറിവുള്ളവർക്ക് ഉണ്ട്, അറിവില്ലാത്തവർക്ക്, ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, മനസ്സിന് ദുഃഖം കൊണ്ട് പേറുന്ന ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് നമ്മുടെ മനസ്സിനെ സംതൃപ്തമായിക്കൊണ്ട് രോഗങ്ങളില്ലാതെ സംതൃപ്തമായ ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ കൂടി ചില കാര്യങ്ങളൂടെ ഇനിയുള്ള നമ്മുടെ പ്രക്ഷേപണ പരമ്പരകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, വളരെ ആനന്ദകരമായ ഈ സംരംഭങ്ങൾ സ്വന്തമായി തുടങ്ങാനും പരീക്ഷിച്ച് നോക്കാനും ആഗ്രഹമെങ്കിൽ, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നിന്ദിക്കാനുള്ളതല്ല. കാരണം ഈ മണ്ണും മനുഷ്യനും തമ്മിൽ, മണ്ണും സസ്യങ്ങളും തമ്മിൽ, മണ്ണും പക്ഷി മൃഗാദികളും സസ്യലതാദികളും തമ്മിൽ അപാരമായ ബന്ധമാണ്, അഭേദ്യമായ ബന്ധമാണുള്ളത്. മണ്ണുമായിട്ടുള്ള സമ്പർക്കം നമ്മുടെ കുറയുമ്പോൾ നമുക്ക് ഒട്ടനവധി ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഒക്കെ അതനുസരിച്ചാണ് നമ്മളുള്ളത്. കാരണം നമ്മുടെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 6 മാസം ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും ഭൂമി വെറുതെ ഇട്ടാൽ അവിടെ ഒരു വനമായി മാറാൻ തക്ക നല്ല പ്രചോദനമുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കത് പ്രയോജനപ്പെടുത്താം. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഇഷ്ടം പോലെ മണ്ണുണ്ട്, ഇഷ്ടം പോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് മനസ്സ് വെച്ചാൽ
നമ്മുടെ ഒരു കൊച്ചു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാനും അങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതത്തിൽ നിന്നും ഒരു പരിധിവരെ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അടിസ്ഥാന വിഭവങ്ങളുടെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള പഴങ്ങളുടെയും പച്ചമരുന്നുകളുടെയും ഭക്ഷ്യസാധനങ്ങളുടെയും വില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇവിടെ ഉൽപ്പാദനം കുറയുന്നു. നമ്മൾ ആശ്രയിക്കുന്നതെല്ലാം അന്യ സംസ്ഥാനങ്ങളാണ്. അന്യ സംസ്ഥാനങ്ങൾ ലാഭം മാത്രം മുതലാക്കിക്കൊണ്ട് അവരുൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങളിലും നിരോധിക്കപ്പെട്ട മരുന്നുകൾ ഉൾപ്പെടെ വിഷങ്ങൾ ഉൾപ്പെടെ ചേർത്താണ് നമുക്ക് അയക്കുന്നത്. നമ്മൾ നിർവാഹമില്ലാതെ അത് വാങ്ങിച്ച് കഴിച്ച് വിഷപ്പടക്കാൻ നമ്മൾ തയ്യാറാവുന്നു. അപ്പം പൈസകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലുണ്ടെങ്കിലും വിഷങ്ങളാണ് ശരീരം വിസർജിക്കുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന, ആത്മാവിനെ നൊമ്പരപ്പെടുത്തുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു കഥയില്ല. നമ്മളുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ പിന്നീട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിച്ച് വേദനയോടുകൂടി ഒരു ജീവിതം അനുഭവിക്കേണ്ടി വരും. അതിന് ശാശ്വതമായ പരിഹാരം പ്രകൃതി കഞ്ഞിറങ്ങിയ നമ്മുടെ ഈ മണ്ണ് നമുക്ക് ഉള്ള സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ ഉള്ള അറിവുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും കൃഷികൾ ചെയ്യാമെങ്കിൽ അതിൽ ആ കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ലാഭം എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല, മനസ്സംതൃപ്തിയും ആരോഗ്യം കൂടിയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.